सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। ओम सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയ അധ്യായം ദ്വിതീയ ബ്രാഹ്മണം ശിശുബ്രാഹ്മണം. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പ്രഥമ മന്ത്രം ഒരുമിച്ച് പാരായണം ചെയ്യാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. യഹ വൈ ശിശും സാധാനം സംപ്രത്യാധാനം സസ്തൂണം സധാമം വേദ സപ്തഃ ദുഷിതഃ ഭ്രാതൃവ്യാൻ ആവരുണദ്ധി അയം വാവ ശിശുരോയം മധ്യമഃ പ്രാണഃ തസ്യ ഇദം ഏവ ആധാനം ഇദം പ്രത്യാധാനം പ്രാണഃ സ്തൂണാ അന്നം ധാമാൻ. യാജ്ഞവൽക്യ മഹർഷി ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം ആരംഭിച്ചു. ആ ബ്രഹ്മവിദ്യാ പ്രകരണത്തിൽ ബ്രഹ്മവിദ്യാ ഉപദേശം പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണത്തിൽ അജാതശത്രു എന്ന ഗുരുനാഥൻ ഗാർഗ്യനോട് ഉപദേശിച്ചു. സുഷുപ്തി വിചാരം എന്ന ഉദാഹരണത്തോടു കൂടിയായിരുന്നു അജാതശത്രു ബ്രാഹ്മണത്തിൻ്റെ ഘടന. സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ആനന്ദം നിനക്ക് ജാഗ്രത്തിലും അനുഭവിക്കാൻ സാധിക്കും ഗാർഗ്യ. എങ്ങനെ? സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ച ആത്മനി എന്ന ആ തത്വത്തെ നീ ഉൾക്കൊണ്ടാൽ നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം നമ്മൾ അവസാനിപ്പിച്ചു. ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ എല്ലാറ്റിലും പരമാത്മ ദർശനം കാണുവാൻ സാധിക്കാത്ത സാധകർക്ക് വേണ്ടി യാജ്ഞവൽക്യ മഹർഷി നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ദ്വിതീയ ബ്രാഹ്മണം ശിശുബ്രാഹ്മണം ആരംഭിക്കുകയാണ്. ഉപാസനാ പ്രകരണമാണ് ശിശുബ്രാഹ്മണത്തിലുള്ളത്.
എന്താണോ പ്രഥമ അധ്യായത്തിൽ ഉപാസനാ പ്രകരണത്തിൽ അശ്വബ്രാഹ്മണം, അഗ്നിബ്രാഹ്മണം ഇത്യാദി 6 ബ്രാഹ്മണങ്ങൾ വിസ്തരിച്ച് പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറയുന്നതേ ഉള്ളൂ, മറ്റൊരു ഉദാഹരണങ്ങളിലൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ താല്പര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? എല്ലാറ്റിലും ഈശ്വര ദർശനം. അതിന് സാധകരെ, വിദ്യാർത്ഥികളെ ഉയർത്തിയെടുക്കുക എന്നതാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ ഉദ്ദേശ ലക്ഷ്യം. അങ്ങനെ നമ്മൾ ശിശുബ്രാഹ്മണം ആരംഭിച്ചു. പ്രഥമ മന്ത്രം നമ്മൾ കണ്ടു. 4 മന്ത്രങ്ങൾ അടങ്ങിയ വളരെ ചെറിയ ബ്രാഹ്മണമാണ്, 4 മന്ത്രങ്ങൾ അടങ്ങിയതാണെന്ന് നമ്മൾ കണ്ടു. ഇതിന് മറ്റൊരു പേരുമുണ്ട്, പ്രാണബ്രാഹ്മണം എന്നൊരു പേരുമുണ്ട്. അത് നമ്മൾ കണ്ടു. പിന്നെ എന്തായിരുന്നു? സത്യസ്യ സത്യം എന്ന പ്രമാണവാക്യത്തിൻ്റെ വിസ്താരമാണ് ഈ ശിശുബ്രാഹ്മണം എന്നും കണ്ടു. അല്ലെങ്കിൽ സത്യസ്യ സത്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് ഉപാസന നിർദ്ദേശിക്കുകയാണ്, ചിത്തശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ അധികാരപ്രാപ്തിക്ക് വേണ്ടി ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. തുടക്കം നമ്മൾ കണ്ടിരുന്നു. എല്ലാവരും ആ ടേബിളൊക്കെ വരച്ചെന്ന് വിചാരിക്കുന്നു. 1ാമത്തെ മന്ത്രത്തിൻ്റെയും 2ാമത്തെ മന്ത്രത്തിൻ്റെയും. നമോ നാരായണ. യഹ വൈ ശിശും സാധാനം സംപ്രത്യാധാനം സസ്തൂണം സധാമ. അപ്പം ആ ഒരു വീണ്ടും ആ ചിത്രം മനസ്സിലേക്ക് വരണം. ഒരു കിടാവ്, അത് ജനിച്ച് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതിന് എന്തൊക്കെയാണോ ബേസിക് നീഡായിട്ട് വേണ്ടത്, അല്ലേ, പ്രാഥമികമായിട്ട് വേണ്ട ആ കാര്യങ്ങൾ, ആ ചിന്തനം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിവിടെ പ്രാണനുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉപാസന നിർദ്ദേശിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പശുക്കുട്ടിയെ കാണുമ്പോൾ നമ്മൾ പ്രാണ ഉപാസന നടത്തണമെന്ന് എന്നാലോചിച്ച് നോക്കിയേ. എത്ര ലളിതമായ ഉപാസനയാണ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞത്. പലരും പറയാറുണ്ട് ബൃഹദാരണ്യമൊന്നും പഠിക്കാൻ പറ്റില്ല, വളരെ പ്രയാസമാണെന്ന്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നമ്മൾക്ക് മനസ്സിലാകും യാജ്ഞവൽക്യ മഹർഷിയെ പോലെ ഇത്രയും വാത്സല്യമുള്ള മറ്റൊരു ഗുരുനാഥൻ ഇല്ല എൻ്റെ അറിവിൽ. കാരണം പ്രകൃതിയിലേക്ക് മാത്രം നോക്കി ഉപാസിക്കാനാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഉദ്ദാലക മഹർഷിയെ പോലെ പട്ടിണിക്കിടുവോ അല്ലെങ്കിൽ ശതരുദ്രീയം ചൊല്ലുവാൻ കൈവല്യ ഉപനിഷത്തിൽ പറഞ്ഞതുപോലെയുള്ള ഘോരഘോരമായ ഉപാസനകളൊന്നും പറയുന്നില്ല. വളരെ ലളിതമായത് പറയുക നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ടും അത് മാത്രമല്ല നിഷ്ഠയോടുകൂടി തുടരുവാൻ വേണ്ടിയും കൂടിയാണ് സിമ്പിളായിട്ടുള്ള ലളിതമായ ഉപാസന പറയുന്നത്. അപ്പം ഇതിനെ വെറുതെ നിസ്സാരമായി കാണരുത്. ഒരു കിടാവ് അവിടെ നിൽക്കുന്നു, അതിലെന്താണെന്ന് അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. അദ്ദേഹത്തിനോടുള്ള മഹത്വബുദ്ധി ഉണ്ടാകണം. എങ്ങനെ എൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ജീവിത സാഹചര്യത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി വന്ന് ഞാൻ എന്തൊക്കെയാണോ നിത്യജീവിതത്തിൽ കാണുന്നത് അതുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഉപാസന പറയുകയാണ്. എന്തിന്? നിഷ്ഠയോടെ ചെയ്യുവാൻ വേണ്ടി. ലളിതമാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ, അതിനു വേണ്ടിയാണ്. അല്ലാതെ ഇതിനെ വെറുതെ ലളിതമായി കാണരുത്. അതുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ പശുക്കുട്ടി ചിന്തയിൽ വരണം. എന്താണ് നമ്മൾ കണ്ടിരുന്നു? ആ ടേബിൾ എല്ലാവരും വരച്ചെന്ന് വിചാരിക്കുന്നു, അത് ശ്രദ്ധിക്കുക. എന്താണ് ആ കിടാവിൻ്റെ സാധാനം, അതിൻ്റെ ഏറ്റവും അതിന് വേണ്ടത്, അല്ലെങ്കിൽ മസ്റ്റ് നീഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്താണ് അതിന് വേണ്ടത്? ജനിച്ചു കഴിഞ്ഞ ആ കുട്ടിക്ക് വേണ്ടത് മാതാവിൻ്റെ സാന്നിധ്യമാണ്, അല്ലേ? ആ ഭഗവാന്റെ സൃഷ്ടി നോക്കണം. നിങ്ങൾക്ക് ഈ കിടാവ് ജനിച്ചത് കണ്ടിട്ടുണ്ടോ? അല്ലെ കുതിരയൊക്കെ ഇവിടെ നമുക്ക് കാണാം. അത് ജനിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഈ കുളമ്പില്ലേ, കാല്, അത് വളരെ സോഫ്റ്റായിരിക്കും. ഭഗവാന്റെ സൃഷ്ടി നോക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ട് കുതിരക്കുളമ്പ്, കിടാവിൻ്റെയൊക്കെ പശുവിൻ്റെയൊക്കെ കുളമ്പില്ലേ, പാദം, അത് വളരെ ഹാർഡാണ്, അല്ലേ? വളരെ കട്ടിയുള്ളതാണ്. അതിന് നടക്കാനായിട്ട് മല കയറാനും എല്ലാത്തിനും വേണ്ടി അതിന് സൃഷ്ടി അങ്ങനെയാണ്. പക്ഷെ ഭഗവാന്റെ വൈഭവം നോക്കണം. അത് വയറ്റി കിടക്കുമ്പോൾ ആ കുളമ്പ് വളരെ സോഫ്റ്റായിരിക്കും.
നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ ചാപ്ര ഉണ്ടായിരുന്നു, ഈ വലിയ ഗോശാല ഉണ്ടായിരുന്നു. ഞാൻ പോന്നു കഴിഞ്ഞാൽ അതൊക്കെ കൊടുത്ത്, അവരുടെ അച്ഛനും അമ്മയും പ്രായമായി വരികയല്ലേ. അപ്പം അത് നമുക്ക് കാണാൻ ജനിക്കുമ്പോൾ എന്ത് മനോഹരമാണെന്നറിയാം. ഇപ്പം മിക്കവാറും രാത്രിയിലൊക്കെ ആയിരിക്കും കുട്ടി ജനിക്കുക, അല്ലെ വെളുപ്പാറാവുമ്പോഴായിരിക്കും. അപ്പോൾ ഇങ്ങനെ പശു കരയും, ഇപ്പം നമ്മൾ ഓടിച്ചെല്ലും. അപ്പം ഇങ്ങനെ അതിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇത് പ്രസവിക്കാറായി. അപ്പോൾ ചെല്ലുമ്പോൾ ഇത് പ്രസവിച്ച് വരുമ്പോൾ എങ്ങനെയാണെന്നറിയാം, ഈ കുട്ടിയുടെ കുളമ്പ് വളരെ മൃദുലമായിരിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ അമ്മേൻ്റെ ഉള്ളിൽ കിടക്കുമല്ലേ. അപ്പോൾ ഈ കുട്ടി കാലിട്ടടിക്കുമ്പോൾ ഈ കുളമ്പ് കട്ടിയുള്ളതാണെങ്കിൽ അമ്മയ്ക്കത് നോവില്ലേ, അമ്മയ്ക്ക് അതിന് താങ്ങാൻ പറ്റൂല. അപ്പം ഭഗവാന്റെ സൃഷ്ടി നോക്കൂ, ആ വയറ്റിൽ കിടക്കുന്ന സമയമെല്ലാം അത് വളരെ സോഫ്റ്റായിരിക്കും. എന്നിട്ട് അത് പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഒരു ദിവസം 2 ദിവസം പതിയെ 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 പതിയെ, പ്രത്യേകിച്ച് കുതിരയുടെയൊക്കെ കാണാം. ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം. ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് അറിയാം. ഇവിടെ ആളുകൾ സാധാരണ ഗഡുവാളികളാണ്. അവർ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആശ്രമത്തിൽ വന്ന് പറയും. അപ്പോൾ അവർ പറയണ ആദ്യം കുട്ടിയെ കാണേണ്ടത് സാധുക്കളാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വന്ന് വിളിച്ചിട്ട് പോകും. അവരുടെ ഗോശാലയിൽ കൊണ്ടുപോയിട്ട് ഇത് കാണിക്കും. ജനിക്കുന്നത് അല്ല, ജനിച്ച കുട്ടിയെ ആദ്യം ദർശനം തരും. ഭഗവാന്റെ ഒരു എന്നാ, നമ്മളെ അങ്ങനെയാണ് അവർ കാണുന്നത്, പ്രതീകമായിട്ട്. അപ്പോൾ നമുക്കത് ദർശനം തരും. പിന്നെ ദക്ഷിണ തരും, അവർ പലഹാരങ്ങൾ തരും. വളരെ ആഘോഷമാണ് ഇവിടെയൊക്കെ. അപ്പോൾ ആ ജനിച്ച കുട്ടിയെ കാണാം. ജനിച്ച കുട്ടിയുടെ കുളമ്പ് ഇങ്ങനെ വളരെ മൃദുലമായിരിക്കും. പിന്നെ അത് ഒരാഴ്ച കഴിയുമ്പോൾ അതിന് കുറച്ചുകൂടെ ഹാർഡായി പിന്നെ അതിന് നടക്കാൻ പറ്റുന്ന പാകത്തിന് ഭഗവാൻ അതിനെ മാറ്റിയെടുക്കുക. അതിൻ്റെ രൂപാന്തരം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഭഗവാന്റെ വൈഭവ സൃഷ്ടി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈശ്വര സ്മരണ ഉണ്ടാകുന്നു എന്ന് പറയുകയാണ്. എൻ്റെ അമ്മയ്ക്ക് വേദനിക്കാതെ വയറ്റിൽ കിടക്കുന്ന അത്രയും നാളുകൾ വേദന എടുപ്പിക്കാണ്ട് അമ്മേനെ. ഓക്കെ, മടങ്ങി വരാം. അപ്പോൾ അതാണ് മാതാവിൻ്റെ സാന്നിധ്യം എന്താണ് ഈ കിടാവിന് വളരെ അത്യാവശ്യമാണ്. അപ്പം അതുപോലെ തന്നെയാണ് പ്രാണന്, അതായത് ഉച്ഛ്വാസ നിശ്വാസ പ്രാണന് സ്ഥൂല ശരീരം. എങ്ങനെയാണോ കിടാവിന് മാതാവ് പ്രാധാന്യം, അതുപോലെ തന്നെയാണ് പ്രാണന് സ്ഥൂല ശരീരം പ്രാധാന്യം. സ്ഥൂല ശരീരം ഉണ്ടെങ്കിലേ പ്രാണന് നിലനിൽപ്പുള്ളൂ എന്ന് നമ്മൾ കണ്ടു. അടുത്തത് എന്തായിരുന്നു? സസ്തൂണം സധാമ വേദ അല്ലേ. രണ്ടാമത്തത് എന്താ പറയുന്ന ഉപാസന, അതായത് അതിൻ്റെ സ്തൂണം എന്ന് വെച്ചാൽ അതിനെ കെട്ടുന്ന ആ കയറിൻ്റെ കുറ്റി അല്ലേ. അപ്പോൾ ആ കയറ് കെട്ടനെ അതിനെ കെട്ടിയിട്ട് അതിനെ എന്താണ് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സംരക്ഷണം എത്രമാത്രം പ്രാധാന്യം. ആ വാസസ്ഥലം നമ്മൾ കണ്ടിരുന്നു. എന്തായിരുന്നു വാക്ക്? സംപ്രത്യാദാനം സസ്തൂണം സധാമ. അതിൻ്റെ വാസസ്ഥലം എങ്ങനെയാണോ മാതാവിൻ്റെ സാന്നിധ്യം പോലെ തന്നെ വാസസ്ഥലവും ആ ജനിച്ച കിടാവിന് വളരുവാനായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ ആവശ്യമാണ്. ആ അനുകൂലമായ സാഹചര്യമാണ് ഒന്ന് വാസസ്ഥലം, മറ്റൊന്ന് സസ്തൂണം സധാമ. ഇത് രണ്ടും. അപ്പം വാസസ്ഥലം കാണുമ്പോൾ, അതായത് ഗോശാല കാണുമ്പോൾ എന്തായിരിക്കണം ഓർമ്മ വരുന്നത്? ശിരസ്. പശുക്കുട്ടിക്ക് എങ്ങനെയാണോ ഗോശാല പ്രാധാന്യമുള്ളത്, വാസസ്ഥലം നമുക്കൊക്കെ അതെ. റോട്ടി കപ്പട മക്കാൻ, ഇത് 3 ബേസിക് നീഡാണ്, അത് വേണം അല്ലേ. അതുപോലെ തന്നെയാണ് സകല ജീവാത്മാക്കൾക്കും വാസസ്ഥലം. നിങ്ങൾ ഈ ചെറിയ ജീവികൾ അതിൻ്റെ വീടുണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? കുരുവി ആയിക്കോട്ടെ, മണ്ണാന്തലായിക്കോട്ടെ, ഇങ്ങനെയുള്ള ചെറിയ ജീവികൾ അതിന് മുട്ടയിടാനായിട്ട്. ഞാൻ ഈയിടെ നാട്ടിൽ പോയപ്പോൾ ഒരമ്മേൻ്റെ വീട്ടിൽ ബാത്റൂമിൻ്റെ ഇങ്ങനത്തെ പാളിയില്ലേ, അവിടെ ഇങ്ങനെ ഒരു അണ്ണാൻകുട്ടൻ വന്നിട്ട് വീടുണ്ടാക്കി വെച്ചിരുന്നു.
അത് പോക്കാണ്ട് അതിനെ സംരക്ഷിക്കുന്നു. സന്തോഷം അത് കാണുമ്പോൾ. കാരണം നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം ആ ഭഗവാന്റെ സൃഷ്ടിജാലങ്ങൾ, ഓരോ ജീവിയും അത് സർവൈവ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ കഴിവുകൾ, അപ്പം അതൊക്കെ കാണുമ്പോൾ എന്താ ഉപാസന ചെയ്യുക. ഇവിടെ പശുക്കുട്ടിയെ പറയുന്നേ ഉള്ളൂ. അതെന്താണ് വാസസ്ഥലം, അതിൻ്റെ ഗോശാല എത്രമാത്രം പ്രാധാന്യമാണോ അതുപോലെ തന്നെ പ്രാണന് ശിരസ് പ്രാധാന്യമാണ് എന്ന് പറയുകയാണ്. സർവ്വ ഇന്ദ്രിയങ്ങളും പ്രാധാന്യമാണ്. പക്ഷെ നമ്മുടെ മനസ്സിനെ ഏതിലെങ്കിലും ഒന്നിലേക്ക് അറ്റ്ലീസ്റ്റ് ചിന്തിക്കൂ, പ്രാഥമികമായി അവിടെ നിന്നെങ്കിലും സാധന തുടങ്ങുമെന്നും പറഞ്ഞ് ശിരസ് പറയുന്നേ ഉള്ളൂ. കാരണം ജ്ഞാനേന്ദ്രിയങ്ങളുടെയൊക്കെ ഇരിപ്പിടം ശിരസ്സാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ അത്രയും പ്രാധാന്യമുണ്ട്. നമ്മൾ സദാ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ശിരസ് പറയുന്നത്. അതിലും കൂടെ കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കാൻ സാധിക്കുന്നവർ സർവ്വ ഇന്ദ്രിയങ്ങളും എടുക്കുക, ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും എല്ലാം എടുക്കുക, അല്ലെങ്കിൽ സർവ്വ അവയവങ്ങളും എടുക്കുക, സർവ്വ ശരീര അംഗങ്ങളും എടുക്കുക. അടുത്തതിലേക്ക് നമുക്ക് പോകാം. സസ്തൂണം സധാമ വേദ. ഈ കിടാവിനെ കെട്ടുന്ന സസ്തൂണം, എന്താണ് ഈ കെട്ടുന്ന സ്തൂണം? സ്തൂണം എന്ന് വെച്ചാൽ കുറ്റി. ഈ കിടാവിനെ കെട്ടുന്ന കുറ്റി എന്നാണ് സധാമ. അതിനൊരു എന്താണ്, ആ കുറ്റി വേണം, അതിലൊരു കയറ് കെട്ടണമെങ്കിൽ. അപ്പോൾ കിടാവിൻ്റെ കഴുത്തിൽ ആദ്യം കയറ് കെട്ടും അല്ലേ. മൂക്കുകയറൊക്കെ കെട്ടുന്ന ഒരു ചടങ്ങുണ്ട്, അറിഞ്ഞൂടാ, എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അറിഞ്ഞൂടാ. മൂക്കുകയറ് കെട്ടാനായിട്ട് ഒരാൾ വരും. അതിന് ഒരു പ്രത്യേക വിഭാഗ ആളുകളുണ്ട്. അവർ വന്നിട്ട് ഗോപൂജ നടത്തും ആദ്യം. എന്നിട്ട് ഗോമാതാവിനോട് അനുമതി ചോദിക്കും, ഇത് ചെയ്തോട്ടെ. ഇത് കിടാവിനാണ് കെട്ടുന്നെങ്കിൽ കിടാവിൻ്റെ മാതാവിനോട് ആദ്യം അനുമതി ചോദിക്കും, ഞാനത് ചെയ്തോട്ടെ എന്ന് അനുമതി ചോദിച്ചുകൊണ്ട് ഇത് പൂജയ്ക്ക് ശേഷമാണ് ഈ ചടങ്ങൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനില്ല. അപ്പം എന്തിനാണ് ഈ കിടാവിന് ഈ കയറ് കെട്ടാനായിട്ടൊരു കുറ്റിയും ആവശ്യമാണ്. അത് ഓർക്കുക ആ കിടാവിനെ കാണുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, അതിനെ സംരക്ഷിക്കുകയാണ്. ആ കിടാവിന് മറ്റൊന്നും സംഭവിക്കാതെ അതിനെ സംരക്ഷിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്ഥൂല ശരീരത്തിൽ പ്രാണൻ ഉണ്ടായിട്ട് കാര്യമില്ല. സർവ്വ ഇന്ദ്രിയങ്ങളും സർവ്വ അംഗങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ പ്രാണൻ മാത്രം പോരാ, എന്തും കൂടെ വേണം, അന്നവും കൂടെ വേണം. അതുകൊണ്ട് എന്താണ് അടുത്ത മൂന്നാമത്തെ ആ കോളത്തിൽ മൂന്നാമത്തെ നോക്കുക. സ്വസ്തൂണം സധാമ. എങ്ങനെയാണോ കിടാവിന് കയറാവശ്യം അതുപോലെ തന്നെ പ്രാണൻ എന്ന് വെച്ചാൽ ഉച്ഛ്വാസ നിശ്വാസ വായുവിന് എന്താണ്, അന്നവും ആവശ്യമാണ്. സ്ഥൂല ശരീരം അന്നം കൂടി ഉണ്ടെങ്കിലേ ഇത് നിലനിൽക്കുകയുള്ളൂ. പ്രാണൻ മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ശ്വാസം കഴിച്ച് എത്ര ദിവസം ജീവിക്കാൻ സാധിക്കും? വളരെ ചുരുക്കം. അതിനുശേഷം എന്താ, ശരീരത്തിന് വേണ്ട ഊർജത്തിന്. അപ്പോൾ ഇവിടെ അന്നം എന്ന് പറഞ്ഞാൽ ഊർജമാണ്. എന്താണ്, സ്ഥൂല ശരീരത്തിന് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം. ആ ഊർജം ഉണ്ടെങ്കിലേ സ്ഥൂല ശരീരം നിലനിൽക്കുകയുള്ളൂ. സ്ഥൂല ശരീരം ഉണ്ടെങ്കിലേ പ്രാണന് അകത്തേക്ക് വരിക, പുറത്തേക്ക് പോവുക ഇത്യാദി പ്രക്രിയകൾ ചെയ്യാൻ സാധിക്കും അല്ലേ. അല്ലെങ്കിൽ സർവ്വതും എടുക്കാം. നമ്മൾ പഠിച്ച 5 പ്രാണനെയും ഇവിടെ ഓർക്കാവുന്നതാണ്. പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ ഇത്യാദി എല്ലാവരും അവയുടെ ധർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. വേദ, ഇതിനെ അറിയ വേണം. ഇവിടെ വാക്ക് കണ്ടോ, സസൂണം സദാമ. അതിനുശേഷം പറയാണ് വേദ. വേദ എന്നാൽ ഈ വിശേഷണങ്ങളോട് കൂടി നീ അറിയ വേണം എന്ന് യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുകയാണ്. വേദ എന്ന് വെച്ചാൽ അറിയ വേണം എന്നാണ്. ആരോട് പറയുന്നു? സാധകരായ നമ്മൾ, ശിശുബ്രാഹ്മണം പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ശിശുബ്രാഹ്മണത്തിൽ ഉപാസന നിർദ്ദേശിക്കുന്ന ഗുരുവായ യാജ്ഞവൽക്യ മഹർഷി സാധകരായ ശിഷ്യരായ നമ്മളോട് പറയാണ് വേദ, നീ അറിയ വേണം. എന്ത്?
സ്ഥൂല ശരീരം, ശിരസ്, അന്നം ഇത്യാദി മൂന്നും പ്രാധാന്യമാണ്. എങ്ങനെയാണോ ഒരു പശുക്കുട്ടിക്ക് അതിൻ്റെ മാതാവ്, അതിൻ്റെ വാസസ്ഥലം, അതിൻ്റെ സംരക്ഷണം എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ സ്ഥൂല ശരീരം, ശിരസ്, അന്നം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ, അന്നം ഇവയെല്ലാം പ്രാധാന്യമുണ്ട് സാധകരായ നമ്മൾക്ക്. ഇവയൊക്കെ കാണുമ്പോൾ എന്താണ്? പ്രാണന്റെ വിക്രിയകളാണ് ഇതെല്ലാം. പ്രാണൻ ഇതിൽ കൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് അവയുടെ ധർമ്മം സദാ അനുഷ്ഠിക്കുകയാണ്. ഞാനത് ഉണർന്നിരുന്നോട്ടെ, ഞാൻ ഉറങ്ങിക്കോട്ടെ, ഞാൻ സ്വപ്നം കണ്ടോട്ടെ, ഏത് അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയിക്കോട്ടെ, പ്രാണൻ ഇവയെല്ലാം നടത്തിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ള കൃതാർത്ഥതയോടുകൂടി പ്രാണനെ അനുസ്മരിച്ചാൽ അത് പ്രാണ ഉപാസനയായി. അല്ലാണ്ട് കണ്ണടച്ചിരുന്ന് പ്രാണായാമം ഒന്നും ചെയ്യണ്ട അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുക അതാണ് വലിയ സാധനയെന്ന്. അല്ല, യാജ്ഞവൽക്യ മഹർഷി പറയാ ഈ ചിന്തനം മതി, നീ ഇതിനെ അറിഞ്ഞാൽ മതി എന്ന്. വേദ്ധാന്നേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് കുര്യാതെന്ന് പറഞ്ഞില്ല, നീ ഇത് ചെയ്യൂന്ന് പറഞ്ഞില്ല, നീ ഇതിനെ അറിഞ്ഞാൽ മതി എന്ന് പറയും. എത്ര സിമ്പിളാന്ന് നോക്കൂ യാജ്ഞവൽക്യ മഹർഷി. ഉപാസന, നീ ഇത് അറിഞ്ഞാൽ മതി, നീ ഇത് കഠിനമായി ചെയ്യ വേണ്ട, നീ 108 ദിവസം ഇത് ചെയ്യ വേണ്ട, ഒന്നും വേണ്ട, നീ ഇതിനെ അറിഞ്ഞാൽ മതി. വാക്കാണ് ഇമ്പോർട്ടൻ്റ്. വേദ, നീ ഇതിനെ അറിയ വേണം, പ്രാണന്റെ മഹിമയെ നീ അറിയ വേണം, അത്രയേ ഉള്ളൂ. അങ്ങനെ അറിഞ്ഞാൽ അറിയുന്നവർക്ക് എന്താ ഗുണം? ഫലം പറയുകയാണ്. സപ്തഹ, അടുത്ത വാക്ക്, സപ്തഹ ദിശദഃ ഭ്രാതൃവ്യാൻ ആവരുണദ്ധി. സപ്തഹ ദിശദഃ ഭ്രാതൃഭ്യാൻ ആവരുണദ്ധി. ആരാണോ ഈ വിധം പ്രാണന്റെ മഹിമ അറിഞ്ഞ് പ്രാണനെ കൃതാർത്ഥതയോടുകൂടി സ്മരിക്കുന്നത് അവർക്ക് എന്താണ് ഫലം പറയാണ്. അവര് സപ്തഹ, സപ്തഹ എന്ന് വെച്ചാൽ 7, അറിയാം, സപ്തദ്വീപൊക്കെ കേട്ടിട്ടില്ലേ? 7, സപ്തം എന്ന് വെച്ചാൽ 7. ദിശദഃ ഭ്രാതൃഭ്യാൻ, ഭ്രാതൃഭ്യാൻ എന്ന് വെച്ചാൽ എനിമി എന്നാണ്, ശത്രു എന്നാണ് അർത്ഥം. നിങ്ങളുടെ 7 ശത്രുക്കളെ നിങ്ങൾ അവരുണദ്ധി എന്ന് വെച്ചാൽ, വരുണദ്ധി എന്ന് വെച്ചാൽ നശിപ്പിക്കുക, ആ വരുണദ്ധി എന്ന് വെച്ചാൽ പൂർണ്ണനാശം. ആ ഉപസർഗ പൂർണ്ണ വരുണ ശബ്ദമാണത്. ആ എന്ന വാക്കിൻ്റെ അർത്ഥം കംപ്ലീറ്റ്ലി എന്നാണ്, ടോട്ടലി എന്നുള്ള. വരുണദ്ധി എന്ന് വെച്ചാൽ നശിപ്പിക്കുക. അപ്പോൾ ആ വരുണദ്ധി എന്ന് വെച്ചാൽ എന്താണ്? കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ, പൂർണ്ണനാശം. അതാണ് ആ വരുണദ്ധി. ആരെ? ഭ്രാതൃവ്യാൻ, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന്. 7 ശത്രുക്കളെ. 7 ശത്രുക്കൾ എല്ലാവർക്കും അറിയായിരിക്കും. ഏതൊക്കെയാണ്? സാധാരണ 5 ശത്രുക്കളായിട്ടാണ് പറയുക. 5 ജ്ഞാനേന്ദ്രിയങ്ങളെയാണ് പറയുന്നത് ഇവിടെ. പക്ഷേ 2 ശ്രോത്രേന്ദ്രിയ നമ്മൾക്ക് കുറച്ചും കൂടെ ശ്രദ്ധ വരുവാനായിട്ട്. കാരണം ഒരു ശ്രോത്രേന്ദ്രിയത്തിനെ മാത്രം നശിപ്പിച്ചിട്ട് കാര്യമില്ല, ചിലപ്പം മറ്റേയാൾ നമ്മൾക്ക് വിഘ്നം തരുമായിരിക്കും സാധനയിൽ. അതുകൊണ്ട് 2 പേരെ, അതാണ് ആ വരുണദ്ധി എന്ന് പറഞ്ഞത്. പൂർണ്ണമായും നശിപ്പിക്കുന്നത് 2 ശ്രോത്രേന്ദ്രിയം, 2 ഘ്രാണേന്ദ്രിയം, 2 നേത്രേന്ദ്രിയം, 1 രസനേന്ദ്രിയം, നാവ്. ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം, ഈ 5 പേരെയും അല്ലേ. അതായത് ആവശ്യമില്ലാത്തത് കാണില്ല. കണ്ണിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞ കണ്ണ്. ഈ സമയത്ത് നമുക്ക് ഓർക്കാം ഏത്? കഠോപനിഷത്തിലെ രഥകൽപ്പന ഓർക്കാം അല്ലേ. ഇന്ദ്രിയാണി ഹയാനാഹുഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാബുദ്ധി ബുദ്ധിരാത്മാ മഹാൻ പരഃ. ആ മന്ത്രം അല്ലെ, രഥകൽപ്പന ഓർത്താലും മതി അല്ലെ. ബുദ്ധിം ദു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച. ബുദ്ധിയായിരിക്കും സാരഥി. അതാണ് ഇവിടെ. എൻ്റെ ഇന്ദ്രിയങ്ങളുടെ കടിഞ്ഞാൺ എൻ്റെ കയ്യിൽ. ചെവിടിനോട് കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ ചെവിട് കേൾക്കില്ല. അതായത് ആവശ്യമില്ലാത്തതൊന്നും ഇന്ദ്രിയങ്ങൾ വിചാരിച്ചാൽ പോലും അതിനെ എൻ്റർടൈൻ ചെയ്യാൻ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കില്ല. കാരണം കടിഞ്ഞാൺ, അതിൻ്റെ സാരഥി ഞാനായിരിക്കും. അതാണ് സപ്തഹ ദിശദഃ ഭ്രാതൃഭ്യാൻ ആ വരുൺ. നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ.
എവിടെയാണ് രഥകൽപ്പന എന്നുള്ളത്? കഠോപനിഷത്തിൽ. ഓക്കെ, അങ്ങനെ വിജയിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, വീണ്ടും പറഞ്ഞ കാര്യം തന്നെ പറയുകയാണ്. അയം വാവ ശിശുഃ അയം മധ്യമഃ പ്രാണഃ തസ്യ ഇദം ഏവ ആധാനം. അയം വാവ ശിശുഃ എന്ന് വെച്ചാൽ ഇവിടെ മുഖ്യ പ്രാണനെ ശിശുവായി ഉപമിക്കുന്നു എന്നാണ്. ഇവിടെ ശിശു എന്ന് വെച്ചാൽ കിടാവ്, പശുക്കിടാവുമായിട്ട് ഉപമിക്കുകയാണ്. അയം വാവ ശിശുഃ എന്ന് പറഞ്ഞാൽ മുഖ്യപ്രാണനെ, അതായത് നമ്മൾ ഉച്ഛ്വാസം നിശ്വാസം ചെയ്യുന്നില്ലേ, അതിനെ പശുക്കുട്ടിയായിട്ട് ഉപമിക്കുന്നു. പശുക്കുട്ടിക്ക് എങ്ങനെയാണോ മാതാവ് സാധാരണമായിരിക്കുന്നത്, അതുപോലെ ഇവിടെ പ്രാണഃ തസ്യ ഇദം ഏവ ആധാനം. അതുപോലെ പ്രാണന് സ്ഥൂല ശരീരം, തസ്യ ഇദം എന്ന് വെച്ചാൽ സ്ഥൂല ശരീരമാണ് ആധാനം. നമ്മൾ ആ ടേബിളിൽ എഴുതിയ കാര്യം തന്നെ ഇവിടെ മന്ത്രരൂപത്തിൽ പറയുന്നേ ഉള്ളൂ അല്ല. ഈ വാക്കുകൾ പരിചയമില്ലെങ്കിൽ ആ ടേബിൾ നോക്കിയാൽ മതി അല്ലേ. പശുക്കുട്ടിക്ക് മാതാവാണ് സാധാരണമായിരിക്കുന്നത്, പ്രാണന് സ്ഥൂല ശരീരം. ഇതം പ്രത്യാധാനം പ്രാണഃ സ്ഥൂണ അന്നം ധാമ. കണ്ട, അന്നം എന്നുള്ള വാക്ക് ഇവിടെ വന്നു. അതായത് എന്താണ്, പശുക്കുട്ടിക്ക് ഗോശാല എത്രമാത്രം പ്രാധാന്യമുണ്ടോ, വാസസ്ഥലം എത്രമാത്രം പ്രാധാന്യമുണ്ടോ, അതുപോലെ തന്നെ ഈ പ്രാണന് ഈ സ്ഥൂല ശരീരത്തിൽ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അന്നം വേണം. നമ്മൾ നമ്മുടെ ബോഡിയെ നറിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം, അതിന് അന്നപാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിലേ ഈ ഉച്ഛ്വാസ നിശ്വാസ പ്രാണന് പോലും ഈ സ്ഥൂല ശരീരത്തിൽ നിലനിൽക്കാൻ സാധിക്കും. നമ്മൾ കൊടുക്കാണ്ടിരുന്നു നോക്കൂ സ്ഥൂല ശരീരത്തിന് അന്നപാനങ്ങൾ, പ്രാണൻ പോകും അല്ലേ. ഇവയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടാകും. പ്രാണൻ, ഉദാനൻ, എത്ര പേരുണ്ടായിക്കോട്ടെ, 5 പേരും പിണങ്ങിപ്പോകും നമ്മുടെ അടുത്തുനിന്ന്. കാരണം എന്താ? അന്നപാനങ്ങൾ നൽകാണ്ടിരുന്നാൽ. അവസാനം ഉദാനവാനു വായു എഴുന്നേറ്റിട്ട് എന്താണ്, നമ്മളുടെ മുഴുവൻ പ്രാണനെയും എടുത്തു ആവഹിച്ചുകൊണ്ട് പോകും അല്ലേ. പിന്നെ ശരീരത്തിന് നിലനിൽപ്പില്ലാണ്ടാകും. അതുകൊണ്ട് പശുക്കുട്ടിക്ക് ആ ജനിക്കുമ്പോൾ വാസസ്ഥലം എത്രമാത്രം, അതിൻ്റെ സംരക്ഷണം എത്രമാത്രം അതിന് പ്രാധാന്യമുണ്ടോ, അതുപോലെ അന്നപാനങ്ങൾ നൽകി നീ നിൻ്റെ ശരീരത്തിനെ സംരക്ഷിക്കണം എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. അങ്ങനെ 1ാമത്തെ മന്ത്രം അവസാനിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. ശിശുബ്രാഹ്മണത്തിൽ പ്രഥമ മന്ത്രം ഉപാസനയാണ്. എന്ത് ഉപാസന? പ്രാണ ഉപാസനയാണ്. എങ്ങനെ പ്രാണനെ ഉപാസിക്കാൻ പറയുന്നു? ഈ കിടാവുമായിട്ട് ഉപമിച്ചുകൊണ്ട് ഉപാസിക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അന്നപാനങ്ങൾ നമ്മൾ കഴിക്കൂലേ, നമ്മൾ അത് കഴിക്കുന്ന സമയത്തെങ്കിലും ഓർത്താൽ മതി. ഞാൻ അന്നപാനീയങ്ങൾ, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, എന്തൊക്കെ നമ്മൾ അന്നം അകത്താക്കുന്നു അല്ലേ. അതൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ചിന്തനമുണ്ടായാൽ അത് ഉപാസനയായി. ഞാൻ കഴിക്കുന്ന അന്നം എൻ്റെ ശരീരത്തിനുള്ള സംരക്ഷണമാണ്, പോഷണമാണ്. ഞാൻ ഈ അന്നപാനീയങ്ങൾ നൽകിയാലേ എൻ്റെ ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കൂ. പ്രാണന് അവയുടെ ധർമ്മം ചെയ്തുകൊണ്ട് സർവ ഇന്ദ്രിയങ്ങൾക്കെയും പ്രവർത്തിപ്പിക്കുവാൻ പ്രാണന് സാധിക്കുകയുള്ളൂ. സർവ ഇന്ദ്രിയങ്ങളിലേക്കുമുള്ള എനർജിയെയാണ് അല്ലേ, ശക്തിയെയാണ്, ഊർജത്തിനെയാണ് ഞാൻ ഈ അന്നപാനങ്ങളിലൂടെ നൽകുന്നത് എന്ന് ചിന്തിച്ചാൽ അത് പ്രാണ ഉപാസനയായി. ഞാനിത് നമ്മളിപ്പോൾ സിറ്റിയിലാണ് താമസിക്കുന്നത്. ഉമ്മൻ്റെ വീടിൻ്റെ അടുത്തൊന്നും കിടാവില്ലെന്ന് പറഞ്ഞാൽ ആരും ഉപാസനയൊന്നും ചെയ്യാണ്ടിരിക്കണ്ട. ഇത്രയും ഓർത്താലും മതി. ഇവിടെ നമ്മൾ അന്നപാനീയങ്ങൾ കഴിക്കുമ്പോൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ യാജ്ഞവൽക്യ മഹർഷി ഒരു കിടാവിനെ കാണിച്ചുകൊണ്ട് ഉപമിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് അതല്ല പ്രാധാന്യം. നമ്മളെ സംബന്ധിച്ച് പ്രാണ ഉപാസനയാണ് പ്രാധാന്യം. കിടാവ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അല്ലേ.
ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. രണ്ടാമത്തെ മന്ത്രം ശിശുബ്രാഹ്മണം ദ്വിതീയ മന്ത്രം. തം ഏതാഹ. ഒരുമിച്ച് പറയുമ്പോൾ തമേതാഹ. സപ്ത അക്ഷിതയ ഉപതിഷ്ഠൻ. സപ്ത അക്ഷിതയ കോമ ഉപതിഷ്ഠന്തേ കോമ തദ്യാ ഇമാ അക്ഷൻ കോമ ലോഹിന്യാഹ രാജയഃ കോമ ലോഹിന്യാഹ രാജയഃ കോമ താഭിഃ ഏനം രുദ്രഃ അന്വായത്തഃ. വിരാമം, ഫുൾ സ്റ്റോപ്പ് അവിടെ. ഒന്നുകൂടെ പറയാ. വാക്കുകൾ കുറച്ച് പരിചയമില്ലെന്നേ ഉള്ളൂ, പക്ഷെ എളുപ്പമാണ് ഈ ഉപാസന. ഒന്നുകൂടെ പറയാം. തം ഏതാഹ സപ്ത അക്ഷിതയഃ ഉപതിഷ്ഠന്തി താദ്ധ്യാ ഇമാ അക്ഷൻ ലോഹിന്യാഹ രാജയഃ താഭിഃ ഏനം രുദ്രഃ അന്വായത്തഃ. അധ യ അക്ഷൻ. വാക്ക് ഇങ്ങനെയാണ്. നിങ്ങൾ സന്ധി ചേർത്ത് എഴുതിക്കോളൂ, അതായത് പിരിച്ചെഴുതിക്കോളൂ. വാക്കിങ്ങനെയാണ്. സമസ്തപദം ആദ്യം പറയാം. അക്ഷന്നാപസ്താഭിഹി എന്നാണ്. അക്ഷന്നാവസ്താഭിഹി എന്നാണ്. അതിങ്ങനെയാണ് പദം. അക്ഷൻ എഴുതിക്കോളൂ. അക്ഷൻ യാ ആപഹ താഭിഹി. അക്ഷൻ യാ ആപഹ താഭിഹി. ഒരുമിച്ച് പറയുമ്പോൾ സമാസം എങ്ങനെയാണ്? അക്ഷന്നാവസ്താഭിഹി. അധയ അക്ഷൻ യാ ആപഹ താഭിഹി പർജന്യഃ കോമ യാ കനീനികാ. യാ കനീനികാ കോമ തയാ ആദിത്യഃ കോമ യത് കൃഷ്ണം കോമ തേന അഗ്നിഃ കോമ യത് ശുക്ലം കോമ തേന ഇന്ദ്രഃ കോമ അധരയാ ഏനം വർത്തന്യ. അധരയാ ഏനം വർത്തന്യ കോമ പൃഥ്വീ അന്വായത്ത കോമ ദ്യൗഃ ഉത്തരയാ കോമ ന അസ്യ അന്നം ക്ഷീയതേ കോമ യ ഏവം വേദ. പൂർണ്ണവിരാമം. ഒന്നുകൂടെ പറയാ, ശ്രദ്ധിക്കുക. തം ഏതാഹ സപ്ത അക്ഷിതയ ഉപതിഷ്ഠന്തി താദ്ധ്യാ ഇമാ അക്ഷൻ ലോഹിന്യാഹ രാജയഃ താഭിഃ ഏനം രുദ്രഃ അന്വായത്തഃ അധ യ അക്ഷൻ യ ആപഹ താഭിഃ പർജന്യഃ യാ കനികാ തയാ ആദിത്യഃ യത് കൃഷ്ണം തേന അഗ്നിഃ യത് ശുക്ലം തേന ഇന്ദ്രഃ അധരയ ഏനം വർത്തന്യ പൃഥിവീ അന്വായത്വാ ദ്യൗഃ ഉത്തരയാ ന അസ്യ അന്നം ക്ഷീയതേ യ ഏവം വേദ. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അപ്പം നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഇതൊരു വേറൊരു പുസ്തകത്തിലേക്ക് പകർത്തി എഴുതണം കേട്ടോ. കാരണം എങ്കിലേ നമ്മൾ സന്ധി ചെയ്യാനൊക്കെ പഠിക്കുകയുള്ളൂ. ഓരോ വാക്കും എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടെന്നൊക്കെ പഠിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ ചൊല്ലാവുന്ന രീതിയിൽ പകർത്തി എഴുതുക. നമോ നാരായണ. എല്ലാവരും ചിരിക്കുന്നു. തം ഏതാഹ
സപ്ത അക്ഷിതയ ഉപതിഷ്ഠന്തെ താധ്യാ ഇമാ അക്ഷൻ ലോഹിന്യാഹ രാജയഃ താഭിഃ ഏനം രുദ്രഃ അന്വായത്തഃ അധയാ അക്ഷൻ യ ആപഃ താഭിഃ പർജന്യഃ യ കനികാ തയാ ആദിത്യഃ യത് കൃഷ്ണം തേന അഗ്നിഃ യത് ശുക്ലം തേന ഇന്ദ്രഃ അധരയ ഏനം വർത്തന്യ പൃഥിവീ അന്വായത്ത ദ്യൗഃ ഉത്തരയ ന അസ്യ അന്നം ക്ഷീയതേ യ ഏവം വേദ. ഒന്നുകൂടെ ചൊല്ലാം, നമുക്കിനി ടൂണിൽ ചൊല്ലാം അല്ലേ. തം ഏതാഃ സപ്ത അക്ഷിതയ ഉപതിഷ്ഠന്തെ താധ്യാ ഇമാ അക്ഷൻ ലോഹിന്യാഹ രാജയഃ താഭിഃ ഏനം രുദ്രഃ അന്വായത്തഃ അധയ അക്ഷൻ യ ആപഃ താഭിഃ പർജന്യഃ യ കനികാഃ തയാ ആദിത്യഃ യത് കൃഷ്ണം തേന അഗ്നിഃ യത് ശുക്ലം തേന ഇന്ദ്രഃ അധരയ ഏനം വർത്തന്യ പൃഥിവീ അന്വായത്ത ദ്യൗഃ ഉത്തരയ ന അസ്യ അന്നം ക്ഷീയതേ യ ഏവം വേദ. അടുത്ത ഉപാസന യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. ഇതും വളരെ വളരെ ലളിതമായ ഉപാസനയാണ്. നമ്മൾ പുറത്തെങ്ങും പോകണ്ട, നമ്മുടെ ഇന്ദ്രിയത്തെ തന്നെ ഉപാസിക്കാൻ പറയുകയാണ്. ആ ടേബിൾ എല്ലാവരും വരച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയാൽ മാത്രം മതി, എളുപ്പമാണ്. ഓരോ ഭാഗങ്ങളെ കാണുമ്പോൾ ഇന്ന ദേവതയെ സ്മരിക്കൂ എന്ന് പറയുകയാണ്. ഈ ദേവതകളുടെയൊക്കെ അനുഗ്രഹം നിനക്ക് സാധനയ്ക്ക് സഹായകരമായി വരും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ശ്രേയാംസി ബഹുവിജ്ഞാനീന്ന്. ആരാണോ ശ്രേയസ്സിനായിട്ട് പ്രയത്നിക്കുന്നത് അവർക്ക് ബഹുവിഘ്നം, ഏകവിഘ്നമല്ല, ദ്വിതീയ വിഘ്നമല്ല, ശതം വിഘ്നമല്ല, ബഹുവിഘ്നം എന്ന്. ആയിരക്കണക്കിന് വിഘ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വിഘ്നങ്ങൾ മാറണമെങ്കിൽ ദേവതകളുടെ പ്രസാദം ഉണ്ടായിരിക്കണം, അനുഗ്രഹം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മചര്യ കാലത്തൊക്കെ നിത്യം അനുഷ്ഠാനം പറയുന്നത്. ഗായത്രി മന്ത്രം ജപിക്കാൻ പറയും, ഉപാസനകൾ മറ്റു പലതും പറയും, ഹവനങ്ങൾ പറയും, പൂജകൾ പറയും, യാഗാദികൾ പറയും. കാരണം എന്താ, നമ്മൾ ശ്രേയസ്സിനായിട്ട് പ്രയത്നിക്കുന്ന കാലഘട്ടമാണത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ദേവതകളുടെ പ്രസാദം നമുക്ക് ആവശ്യമാണ്. അല്ലേ തന്നെ വ്യവഹാരത്തിൽ തന്നെ എടുത്തോളൂ അല്ലേ. നമുക്ക് എന്തിനെങ്കിലും ഒരു ശുഭകാര്യത്തിന് പോകുമ്പോൾ നമ്മൾ എന്തിനാണ് വിഘ്നേശ്വര പൂജ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു പല ദേവതകളുടെ അനുഗ്രഹമൊക്കെ തേടുന്നത്? കാരണം നമ്മൾക്ക് ഞാനൊരു കാര്യം ആരംഭിക്കാൻ പോവുകയാണ്, അതിന് വിഘ്നമുണ്ടാകരുതേ, അല്ല അതിന് തടസ്സമുണ്ടാകരുതേ. ദേവതാ പ്രീത്യർത്ഥം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന പൂജകൾ, ഹോമങ്ങൾ, യാഗങ്ങളൊക്കെ വ്യവഹാരത്തിൽ തന്നെ കാണാതെ അല്ലേ. ഇപ്പം നമ്മൾ ഒരു എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയ കുട്ടിയായിരിക്കും, 4, 5ലൊക്കെ പോയി നമുക്ക് സൈക്കിള്, സെക്കൻഡ് ഹാൻഡ് സൈക്കിളൊക്കെ അന്ന് വാങ്ങുന്നത് സ്കൂളിലൊക്കെ പോകാനായിട്ട്. അപ്പം ആ സെക്കൻഡ് ഹാൻഡ് സൈക്കിള് കിട്ടിയാൽ പോലും നമ്മൾ അതുകൊണ്ട് അമ്പലത്തിൽ പൂജിക്കുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്, 4, 5ലൊക്കെ പഠിക്കും. കാരണം എന്താണ്, നമുക്ക് ആ ഒരു സന്തോഷമാണത് അല്ലേ. അങ്ങനെ ഒരു സൈക്കിള് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടി അല്ലേ. ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് അതിനുണ്ടാകണം അല്ലേ. ഞാൻ എങ്ങും മറിഞ്ഞു വീഴരുത് അല്ലേ, ഒരു അപകടം ഉണ്ടാകരുത്, അതിനു വേണ്ടി നമ്മൾ അത് കൊണ്ടുപോയി പൂജ ചെയ്യുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ നമ്മളെ ഇതൊക്കെ പഠിപ്പിക്കും അല്ലേ. കാരണം ദേവതകളുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകും. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ സാധനയിൽ, ഉപാസനയിൽ എത്ര വിഘ്നം വരാം. അപ്പോൾ ആ വിഘ്നങ്ങൾ മാറുവാനായി ദേവതകളുടെ അനുഗ്രഹത്തിനായിട്ടാണ് ദ്വിതീയ മന്ത്രം അല്ലേ. അപ്പോൾ പ്രാണ ഉപാസനയാണ് പ്രഥമ മന്ത്രം, ദ്വിതീയ മന്ത്രം ദേവതാ ഉപാസന. വേണ്ടവരെ എഴുതിക്കോളൂ. പ്രഥമ മന്ത്രം പ്രാണ ഉപാസന, ദ്വിതീയ മന്ത്രം ദേവതാ ഉപാസന. നമുക്ക് നോക്കാം. ഇനി മന്ത്രത്തിലേക്ക് വരാം. മന്ത്രം
ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് വിട്ടേര്, ആ ടേബിൾ മാത്രം നോക്കിയാൽ മതി. തമേതാഹ തം യഥാഹ സപ്ത അക്ഷിതയാ ഉപതിഷ്ഠന്തേ. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ കൂടെ ഒരു 7 ദേവതയുണ്ടെന്ന് ചിന്തിക്കാൻ. ഉപതിഷ്ഠന്തേ എന്ന് വെച്ചാൽ അവർ സ്ഥിതി ചെയ്യുന്നു. 7 ദേവതകൾ നമ്മളുടെ കൂടെ ഉണ്ടെന്ന് ചിന്തിക്കാൻ പറയുകയാണ്. ഉപാസന ഭാവന ചെയ്യാനായിട്ട് പറയുകയാണ്. ഇമാഹ എങ്ങനെയെന്നാൽ ഈ 7 ദേവതകളുടെ ഇനി അവരുടെ എവിടെയാണ് അവരിയ്ക്കുന്നത്, എങ്ങനെയാണ് ഈ 7 ദേവതകളെ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഉപാസിക്കേണ്ടതെന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. അക്ഷൻ എന്ന് വെച്ചാൽ കണ്ണ് അല്ലേ, അക്ഷി പുരുഷ കണ്ണ്. അക്ഷൻ എന്ന് പറഞ്ഞ ഏകവചനാണ്. ഒരു കണ്ണിൽ ഒറ്റ കണ്ണ് ചിന്തിച്ചാൽ മതി. നമുക്കൊക്കെ 2 കണ്ണുണ്ടെങ്കിൽ 2 കണ്ണിൽ ഉപാസന പറയുന്നില്ല. ഏതെങ്കിലും ഒരു നേത്രേന്ദ്രിയം 2 ചിന്തിക്കാൻ പറ്റിയ സന്തോഷം, അത്രയും നല്ലത് തന്നെ, തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി കുറച്ചും കൂടെ അതിനെ ലഘൂകരിച്ച് തരുന്നതേ ഉള്ളൂ. അക്ഷൻ ലോഹിന്യഃ രാജയഃ എന്ന് വെച്ചാൽ ഈ നമ്മുടെ കണ്ണിനുള്ളിലെ ചുവന്ന രാജ എന്ന് വെച്ചാൽ രേഖ എന്നൊരർത്ഥവും കൂടി ഉണ്ട്. നമ്മൾ ഒന്നാമത്തേത് രാജൻ പണ്ഡരവാസൻ എന്നൊക്കെ പഠിച്ച അവിടെ രാജ എന്ന് വെച്ചാൽ വേറെ അർത്ഥമായിരുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ രാജ എന്ന വാക്കിന് ഈ രേഖകൾ, നമ്മുടെ കണ്ണിനുള്ളിലെ ലോഹിന്യം എന്ന് വെച്ചാൽ ചുവന്ന രേഖകൾ. നിങ്ങൾ പുസ്തകത്തിലൊന്നും നോക്കണ്ട, നിങ്ങളുടെ കണ്ണിലേക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ കണ്ണിനുള്ളിലെ ചുവന്ന രേഖ. അപ്പോൾ ഇവിടെ രാജ എന്ന് വെച്ചാൽ എന്താ, ഞരമ്പ്. നമ്മുടെ കണ്ണിനുള്ളിലെ ഈ ലോഹിന്യം, ഈ ലാല് നിറത്തിലുള്ള എന്താണ് ഈ ഞരമ്പുകൾ, എത്ര ചെറിയ ചെറിയ ഞരമ്പുകളല്ലേ. നമുക്കറിയാം, നമ്മൾ കണ്ണ് ഒരുപാട് സമയം കഴുകി നോക്കൂ, വെള്ളം ഒഴിച്ച് നോക്കൂ, ഈ ചുവന്ന ഞരമ്പുകൾ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന കാണും. അല്ല, കണ്ണിനുള്ളിൽ എന്തെങ്കിലും ഒരു പൊടിപടലം പോയി നോക്കൂ അല്ലേ, അവിടെ ചുവന്ന ഞരമ്പുകൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ഈ അക്ഷൻ പറഞ്ഞത്? നമ്മളെ സംബന്ധിച്ച് ദശേന്ദ്രിയങ്ങളിലും ഏറ്റവും പ്രാധാന്യം നേത്രേന്ദ്രിയത്തിനാണ്, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ സംരക്ഷിക്കുന്നത് നേത്രേന്ദ്രിയത്തിനെയാണ്. അതുമാത്രമല്ല, ഭഗവാന്റെ സൃഷ്ടിയും അങ്ങനെയാണ്. മറ്റൊരു ഇന്ദ്രിയത്തിനും ഇങ്ങനെയുള്ള അടപ്പ് തന്നിട്ടില്ല, അതിനെ സംരക്ഷിക്കുവാനുള്ള കവചമില്ല. കണ്ണിന് മാത്രമേ ഉള്ളൂ. ശ്രോത്രേന്ദ്രിയത്തിനുണ്ടോ? ഇല്ല. രസനേന്ദ്രിയത്തിലുണ്ടോ? ഇതിൽ എപ്പോഴും നമ്മളല്ലേ അതിനെ മറ്റുള്ള നോക്ക്, കർമ്മേന്ദ്രിയങ്ങൾ നോക്കൂ അല്ലേ, പാദം, ഉപസ്ഥം, കൈ, കാല്, ഇതിനൊക്കെ ഉണ്ടോ ഈ കവചമുണ്ടോ? ഇല്ല. നേത്രേന്ദ്രിയത്തിന് മാത്രമാണ് അതുള്ളത്. അതുകൊണ്ട് അതിനെ ഘ്രാണേന്ദ്രിയം എവിടെ കവചം അല്ലേ, അതിനെ നമുക്ക് വേണ്ടപ്പോൾ അതിനെ അടച്ച് സംരക്ഷിക്കുവാനുള്ള കഴിവും നമുക്ക് തന്നിട്ടുണ്ട് നേത്രേന്ദ്രിയത്തിന്. അല്ലേ, ഈ കൺപോള അടയ്ക്കാണ്ട് വരുന്ന ഒരു രോഗമുണ്ട് അല്ലേ, നിങ്ങൾ അറിയുമോയെന്നറിയില്ല. അത് അടയ്ക്കാൻ പറ്റാണ്ടാവുമ്പോഴാണ് അതിൻ്റെ മഹത്വം നമ്മൾ അറിയുക. എന്തെങ്കിലും പെട്ടെന്നൊരു ശബ്ദം കേട്ടു, നമ്മൾ ഉടനെ എന്താണ് കണ്ണടയ്ക്കുക ചെയ്യുക അല്ലേ. നമ്മളൊന്ന് റോഡ് ക്രോസ് ചെയ്യുന്നു, എന്തെങ്കിലും പെട്ടെന്ന് ഒരു നായ്ക്കുട്ടി വന്ന് ചാടി, നമ്മൾ ആദ്യം കണ്ണടയ്ക്കുക ചെയ്യുക. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതിൻ്റെ ഘടനയെ, ഭഗവാന്റെ സൃഷ്ടി, വൈഭവം എങ്ങനെയെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി കണ്ണിനെ ഉദാഹരണമായി പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, കണ്ണിനുള്ളിലെ ഈ ചുവന്ന ഞരമ്പ്, താപിഹി ഏനം രുദ്രഹ അൻവായത്തഹ, അതായത് ഇവിടെ രുദ്രദേവത സ്ഥിതി ചെയ്യുന്നു എന്ന്. അൻവായത്തഹ എന്ന് വെച്ചാൽ ഉപാസനം കുര്യാതെന്നാണ്. ഉപാസന ചെയ്യൂ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തനം കുര്യാത്.
അങ്ങനെ നിങ്ങൾ ചിന്തിക്കൂ. അതായത് ഓരോ ഞരമ്പുകളിൽ നമ്മൾ ഈ ഗോളകം മാത്രമാണ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് സാധനങ്ങൾ, എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. വലിയൊരു സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നേത്രഗോളകത്തിൻ്റെ പിന്നാമ്പുറത്ത് അല്ലേ. അപ്പോൾ ഓരോ ഞരമ്പുകൾ, ആ ഞരമ്പുകളിലൊക്കെ ആരെ ഭാവന ചെയ്യണം? രുദ്രദേവത, ഭഗവാൻ രുദ്രൻ, മഹാദേവനെ ചിന്തിക്കൂ. ഭഗവാൻ അവിടെ ഇരുന്നുകൊണ്ട് ഓരോ ഞരമ്പുകൾക്കും അതിനുള്ള പോഷണം നൽകി, അതിനുള്ള ശക്തി നൽകി നമ്മളെ ഈ പ്രകൃതിയുടെ വൈഭവങ്ങളെ കാണിച്ചു തരുന്ന മഹാ ഇന്ദ്രജാലക്കാരൻ രുദ്രദേവൻ അവിടെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കൂ. അല്ല, എന്ത് എളുപ്പമുള്ള ഉപാസനയാണിതല്ലേ. ഇത് രുദ്രാഭിഷേകം ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല. അതിന് രുദ്രൻ ചെല്ലണേ തന്നെ 1 മണിക്കൂർ വേണം. എന്നിട്ട് 108 അഭിഷേകം നടത്താൻ ക്ഷേത്രത്തിൽ പോകണം, അല്ലെ അതിന് അല്ലേ പൈസ കൊടുത്ത് ഷീട്ടാക്കണം. ഒന്നും വേണ്ട, നമ്മുടെ തന്നെ കണ്ണിനെ ചിന്തിച്ചാൽ മതിയെന്ന്. ലളിതമായ ഉപാസനയാണ് പറയുന്നത്. അടുത്തത് പറയുന്നു അല്ലേ. അപ്പോൾ ആ ടേബിൾ നോക്കിയാൽ മതി. എന്നാണ് രുദ്രദേവത അക്ഷൻ ലോഹിന്യഹ രാജഹ എന്ന് വെച്ചാൽ എന്താ? കണ്ണിനുള്ളിൽ ചുവന്ന ഈ ഞരമ്പുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഉപാസിക്കൂ. ഇനി അടുത്തതും കൂടെ നോക്കാം. രണ്ടാമത്തെ എന്താണ്? അധഹ യ അക്ഷൻ യ ആപഹ താഭിഹി പർജന്യഹ. അതായത് ഈ അക്ഷൻ, ഈ നേത്രത്തിൽ ഉണ്ടാകുന്ന യ ആപഹ താഭിഹി എന്ന് വെച്ചാൽ നേത്രത്തിലുണ്ടാകുന്ന ജലം അല്ലേ, കണ്ണുനീര്, അതാണ് ആ പാപം എന്ന് വെച്ചാൽ എന്താ? വെള്ളം അല്ലേ. അപ്പം നേത്രത്തിലുണ്ടാകുന്ന കണ്ണുനീരാകുന്ന ഈ ജലമില്ലേ, അത് എന്താണ്? പർജന്യഹ. പർജന്യൻ അവിടെ സ്ഥിതി. പർജന്യൻ എന്ന് വെച്ചാൽ വരുണദേവത അല്ലേ. വരുണദേവതയുടെ മറ്റൊരു പേരാണ് പർജന്യൻ. വരുണദേവത എവിടെ സ്ഥിതി ചെയ്യുന്നു? ആ ജലത്തിൽ. കണ്ണുനീരായിട്ട് നമുക്ക് വളരെ ദുഃഖം വരുമ്പോൾ നമുക്ക് കണ്ണുനീര് വരും, വളരെ സന്തോഷം വരുമ്പോൾ അല്ലേ ആനന്ദാശ്രു വരും അല്ലേ. അതെന്തുകൊണ്ടാണ്? വരുണദേവത നേത്രേന്ദ്രിയത്തിൽ ഉള്ളത് കൊണ്ടാണ്. എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ കരയുന്നത്. കരയാൻ പോലും നമുക്ക് അധികാരമില്ല. എന്നാലോചിച്ച് നോക്ക്, വരുണദേവത അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അല്ലേ. ഇപ്പം ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര നിസ്സഹായരാന്ന് പഠിപ്പിച്ചു തരികയാണ്. ഒന്നും കരയാൻ പോലും അങ്ങനെ സാധിക്കാത്ത ഉണ്ട്. അങ്ങനത്തെ രോഗമുണ്ട്, കണ്ണുനീര് വരാത്തത്, കണ്ണുനീര് തോരാത്തതും ഉണ്ട്, എപ്പോഴും കണ്ണിൽ കൂടെ വെള്ളം വരുന്നതും ഉണ്ട്. അതുമുണ്ട്, രണ്ടും ഉണ്ട്. നമുക്ക് അങ്ങനെയൊന്നും ഭഗവാൻ ആവശ്യത്തിന് മാത്രം അല്ലേ. നമ്മൾ ആരെങ്കിലും വരുണദേവതയ്ക്ക് നന്ദി പറയാറുണ്ട് കരയുമ്പോൾ? അയ്യോ വരുണദേവത അങ്ങ് അവിടെ കണ്ണിലിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കരയാൻ. ആരെങ്കിലും ചിന്തിക്കില്ല. നമ്മൾ നമ്മുടെ ദുഃഖത്തെയാണ് ചിന്തിക്കുന്നത്. അയ്യോ എനിക്ക് ഇന്ന വേദന കൊണ്ട്, അല്ലെ ഇന്ന വ്യാധി കൊണ്ട്, ഇന്ന ദുഃഖം കൊണ്ട് ഞാൻ കരയുന്നു, എനിക്ക് ഇങ്ങനെ വരുത്തിയല്ലോ എന്ന് അവിടെയും നമ്മൾ ദുഃഖമാണ് പറയുന്നത്. അത് മാറ്റിയെടുക്കണമെന്ന് യാജ്ഞവൽക്യ മഹർഷി പറയാണ്. വരുണദേവതയുടെ പ്രസാദം കൊണ്ടാണ് നമുക്ക്. ഭഗവാൻ ഒരു ദേവതയും വെറുതെ അല്ല സൃഷ്ടിച്ചത്. അവയ്ക്കൊക്കെ അവയുടെ ധർമ്മമുണ്ട്. അവ കൃത്യമായി ചെയ്യുന്നുണ്ട്. നമ്മളുടെ അശ്രദ്ധ കൊണ്ട്, അല്ല നമ്മുടെ പ്രാരാബ്ധം കൊണ്ടാണ് ഒന്നെങ്കിൽ അവർ പിണങ്ങിപ്പോകും, അപ്പോൾ കണ്ണിനീരില്ലാണ്ട് വരും അല്ലേ, അല്ലെങ്കിൽ അവർ കൂടുതൽ പ്രവർത്തിക്കും. അതൊക്കെ നമ്മുടെ പ്രാരാബ്ധമാണ് അല്ലേ. വ്യാധി രൂപേണ ജായതേ, നമ്മൾ പഠിച്ച പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ. നമ്മുടെ പൂർവജന്മ പാപം കൊണ്ടായിരിക്കും വ്യാധി വരുന്നത്, അത് വേറെ കാര്യം. ദേവതകൾക്ക് അതിലൊരു പങ്കുമില്ല. അപ്പം അവർ പ്രവർത്തിക്കുന്നതുകൊണ്ട്, പർജന്യൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്നാണ് അക്ഷന്യ ആപഹ, കണ്ണിനുള്ളിൽ ജലത്തിൽ അവർ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് കണ്ണിന് ജലം. അത് വേണം കണ്ണിന്. ആ ജലാംശം എങ്ങനെയാണോ രസനേന്ദ്രിയത്തിന് എപ്പോഴും നമ്മുടെ നാവ് വെറ്റാണല്ലേ, എപ്പോഴും രസനേന്ദ്രിയം എന്താണ്? പർജന്യൻ. ആ ദേവത കണ്ണിൽ മാത്രമല്ല നാവിലും ഉണ്ട്. പക്ഷെ ഇവിടെ കണ്ണ് മാത്രമേ പറയുന്നേ ഉള്ളൂ. വരുണദേവത നാവിലില്ലെങ്കിൽ നമുക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. മധുര ആയിക്കോട്ടെ, പുളി ആയിക്കോട്ടെ, എരിവായിക്കോട്ടെ, ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. വരുണദേവത സദാ നാവിൽ
വർദ്ധിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവരെ ചിന്തിക്കൂ, അവരോട് കൃതാർത്ഥതയോടുകൂടി ഇരിക്കൂ എന്ന് പറയുകയാണ്. ബാക്കിയുണ്ട്, നമുക്ക് നാളെ പഠിക്കാം. മൂന്നാമത്തത് നിങ്ങൾ എഴുതിയതൊന്ന് ജസ്റ്റ് നോക്കുക. എന്താണ് മൂന്നാമത്തത്? ആദിത്യൻ, സൂര്യദേവത. 4 അഗ്നിഹി, അഗ്നിദേവത. 5 ഇന്ദ്രഹ, ഇന്ദ്രദേവത, മഖവൻ, ഇന്ദ്രൻ. 6 പൃഥ്വി, ഭൂദേവത, പൃഥ്വിദേവത. 7 ദ്യൗഹു, ദ്യൗഹു എന്ന് വെച്ചാൽ ആകാശം, ആകാശത്തിൻ്റെ മറ്റൊരു പര്യായമാണ് ദ്യൗഹു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ്യൗരന്തരീക്ഷം ഉദരമന്തരം കുരുതേ അത തസ്യ ഭയം ഭവതി എന്നൊക്കെ തൈത്തിരീയത്തിൽ ഈ വാക്കുകളൊക്കെ. ഇപ്പോൾ പഞ്ചമഹാഭൂതങ്ങളും ദേവതകളും 7 അല്ല, അനേകമുണ്ട്. പക്ഷെ 7 ചിന്തിക്കൂ എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശർഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.